Hey guys, welcome back to another video of MotoKit Vlogs. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ അഡ്വഞ്ചർ 390യുടെ ടയേഴ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഷോർട്ട് വ്ലോഗാണ്. നമ്മൾ ഏത് ടയറാണ് ഇടാൻ പോകുന്നത്, അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്, അതിൻ്റെ ഒരു പ്രൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 390 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ടയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 390 ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 21,500 കിലോമീറ്ററോളം ഓടി. ഇത്ര നാളെ നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് ടയറിലാണ് പോയോണ്ടിരുന്നത്. രണ്ട് ടയറും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ടയർ ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ നൈറ്റ് ആയിരുന്നു ടയറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ക്ലിപ്പ് നിങ്ങൾ കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ടയറും ചേഞ്ച് ചെയ്തിട്ട് ഇത് എത്തിയിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ റേസ് മോട്ടോഴ്സിൻ്റെ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഡിഫറെൻറ്റ് ടയേഴ്സാണ്. ബാക്കിൽ നമ്മൾ റേസിൻ്റെ 2R ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 140/70/17 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ടയർ വരുന്നത് 130/18/17 ആണ്. ആ സെക്ഷനിലുള്ള നമ്മുടെ ടയേഴ്സിൻ്റെ നമുക്ക് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്, അധികം മോഡൽസ് വരുന്നില്ല. ഉള്ള മോഡൽസിൽ തന്നെ നമുക്ക് 130 സൈസാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 140 ഇടാൻ വേണ്ടിയിട്ട് 70/70 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ അത്യാവശ്യം ഓൺ ആൻഡ് ഓഫ് റോഡിൽ നമുക്ക് പെർഫോമൻസ് കിട്ടുന്ന ടയറാണ് 2R എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും ത്രെഡ്സൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ബാക്കിൽ നിന്നുള്ള വണ്ടിയുടെ ലുക്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, 140 സെക്ഷനാണ് നമ്മളിപ്പോൾ ടയർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നുള്ളൊരു ലുക്കിൽ നല്ലൊരു വിഡ്ത്ത് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ടൂറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ റോഡ് പർപ്പസ് ആയതുകൊണ്ട് ഈ ടയറാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ട്രയലാർ വരുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് റൈസ് മോട്ടോഴ്സിൻ്റെ തന്നെ ട്രയലാർ എന്ന് പറയുന്ന എഡിഷനാണ്. അതിൻ്റെ 100/90/19 ഇഞ്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്യുവർ 50/50 ആണ്. 50 ഓൺ റോഡ് ആൻഡ് 50 ഓഫ് റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടയറാണ് ട്രയലാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് അത് പെയർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. ആൻഡ് ട്രയലാറും അടിപൊളി ടയറാണ്. പെർഫോമൻസിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിങ്ങിൽ കോർണർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ പറയുന്ന 2R ബാക്കിൽ 140 സെക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ടിൽ വരുന്നത് 100 സ്റ്റോക്ക് സൈസ് തന്നെയാണ്. അത് സ്റ്റോക്ക് സൈസ് ആണെങ്കിലും ആ ടയറിൻ്റെ ക്വാളിറ്റി ഓൺ ആൻഡ് ഓഫ് റോഡിൽ പെർഫോമൻസ് അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴും നമുക്ക് വലിയ കുഴപ്പം വരില്ല. സോ നിങ്ങൾ ആരെങ്കിലും KTM 390 അഡ്വഞ്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹിമാലയനോ അല്ലെങ്കിൽ ഈ പറയുന്ന 140/70/17 എന്നുള്ള കാറ്റഗറിയിലൊക്കെ ടയേഴ്സ് നിങ്ങൾക്ക് ഡുവൽ പർപ്പസ് ടയേഴ്സ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ റൈസ് മോട്ടോഴ്സിൻ്റെ 2R ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങളൊരു മൾട്ടി പർപ്പസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മോർ ഓഫൻലി നിങ്ങൾ കൂടുതൽ വീക്കെൻഡ്സിൽ റൈഡ് പോകുന്നുണ്ട് ആൻഡ് റൈഡ് പോയിട്ട് നിങ്ങൾ ഓഫ് റോഡ് ട്രയൽസ് നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയലാർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ അധികം ഓഫ് റോഡ്സ് ചെയ്യാറില്ല. എൻ്റെ കൂടുതൽ പർപ്പസ് റോഡ് പർപ്പസ് ആണ്, ടൂറിംഗ് ആണ്. അപ്പോൾ 2R ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മോട്ടോ ഗ്രിപ്പ് എന്ന് പറയുന്ന MRFൻ്റെ സ്റ്റോക്ക് എഡിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേസ് മോട്ടോഴ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാക്സിൻ്റെ മാക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു എഡിഷൻ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന അഡ്വഞ്ചർ കാറ്റഗറിയിൽ മൾട്ടി പർപ്പസിൽ ഡുവൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സ് ഉള്ളത്. അതിൽ മാക്സിസ് ഒക്കെ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10,000 കിലോമീറ്റേഴ്സ് വരെയാണ് നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് ഉള്ളത്. ഇതിനാണെങ്കിലും ഒരു 10 to 12K വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്നിരുന്ന MRF നമ്മൾ 21,400 കിലോമീറ്റേഴ്സ് വരെ യൂസ് ചെയ്തിട്ടാണ് മാറ്റിയത്. അത് നല്ല രീതിയിൽ ലൈഫ് കിട്ടി. 21,000 കിലോമീറ്ററൊക്കെ ഒരു ടയറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ലൈഫിൻ്റെ. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 12,000 to 13,000 കിലോമീറ്ററാണ് ഏറ്റവും മാക്സിമം. കൂടുതൽ പേർക്ക് പറയുന്ന 10-11 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ബാക്കിൽ വരുന്ന 140 സെക്ഷൻ ടയറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3,600 ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ട്രയലാർ ആയതുകൊണ്ട് അത് റൈസ് മോട്ടോഴ്സിൻ്റെ കുറച്ച് കൂടിയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന് നമുക്ക് 3,400 ആണ്. അങ്ങനെ ടോട്ടൽ 7,000 ആണ് നമ്മൾ ഈ ഒരു ടയർ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടയേഴ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റേസ് മോട്ടോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അവിടെ ടയേഴ്സ് ഇപ്പോൾ റീസെൻ്റ്ലി നല്ല പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലൈഫും നല്ല ഗ്രിപ്പും വെറ്റ് പെർഫോമൻസിലും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഓൺ ആൻഡ് ഓഫ് റോഡിൽ നല്ല പെർഫോമൻസ് വരുന്ന ടയേഴ്സാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദിസ് ടയേഴ്സ്. സോ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ സം ഓഫ് യു ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു ടയർ ചേഞ്ചിങ് KTM 390 അഡ്വഞ്ചറിൻ്റെ ടയർ ചേഞ്ച് ചെയ്യുന്ന ഒരു വ്ളോഗ്. അതിൻ്റെ റേറ്റും പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye. This is signing off. MotoKit.